കുറേ നാളായി ഈ ഒരു ഭാഗം വൃത്തിയാക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു. ഇന്ന് അവധി കിട്ടിയതുകൊണ്ട് ഇന്ന് ഇതിൻ്റെ മേലെ തന്നെ പണിയാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മുടെ വിങ്കാറോസൊക്കെ ഞാൻ സേഫായിട്ട് മാറ്റി മഴ കൊള്ളാതെ വെച്ചിട്ടുണ്ടേ. മഴ കൊള്ളുന്നുമില്ല, എന്നാൽ നല്ല വെളിച്ചം വേണം, എന്നാലേ അതിൽ പൂക്കളുണ്ടാവുള്ളൂ. ഈ മഴ പെയ്ത് കഴിയുമ്പോൾ എൻ്റെ ഇലയ്ക്കൊക്കെ വെയിറ്റ് കൂടിയിട്ട് അത് ചാഞ്ഞ് വല്ലാണ്ട് പൂക്കളൊക്കെ ചീഞ്ഞ് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ അത് ഷെയ്ഡിലേക്ക് മാറ്റി വെച്ചത് കേട്ടോ. ഈ ഒരു ഭാഗം നമ്മൾ സ്റ്റാൻഡെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കൂടിയും നമ്മൾ ചെടിയിൽ വെള്ളം ഒഴിക്കുമ്പോൾ അത് ഊർന്നിറങ്ങിയും, അല്ലാണ്ട് വെറുതെ വെള്ളം വീണാലും വെള്ളവും പൊടിയെല്ലാം കിടന്ന് നമ്മൾ ഈ ഭാഗം അടിച്ചു വാരുന്നില്ലല്ലോ, അങ്ങനെ കറയാവേ. പക്ഷെ ഇത് മാറ്റിയപ്പോഴാണ് ഇത്രമാത്രം ഇതിൻ്റെ ചൂടിൽ അഴുക്കുണ്ടെന്ന് മനസ്സിലായത്. ചെടി അങ്ങനെ തിങ്ങി നിൽക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അടിഭാഗത്തേക്ക് അങ്ങനെ നോക്കുന്നില്ലല്ലോ. പോവില്ല എന്നാണ് കരുതിയത്, കറ പിടിച്ച് പോയി എന്ന് വിചാരിച്ചു. പക്ഷേ പെട്ടെന്ന് തന്നെ പോയി. വലിയ മരുന്നൊന്നും ഉപയോഗിക്കേണ്ടി വന്നില്ല. ലൈസോൾ ഉപയോഗിച്ചിട്ട് തന്നെ സാധാരണ ഒന്ന് ഉരച്ചപ്പോഴേക്കും ആ ചെളിയെല്ലാം പോയി കേട്ടോ. നമ്മൾ സ്റ്റാൻഡല്ല ട്രേയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും, ട്രേ ആണെങ്കിൽ കൂടിയും അതിരിക്കുന്ന ഭാഗം എന്താണെങ്കിലും കറ വീഴും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ എടുത്ത് മാറ്റി വെച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ ഗാർഡനിങ്ങിൻ്റെ ഭാഗമാണ്. ക്ലീനിങ് എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണെങ്കിലും ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ വേറെ തന്നെയാണ്. അപ്പോൾ നമ്മൾ അത്ര നേരം കഷ്ടപ്പെട്ടൊന്നും വെറുതെ ആയില്ല എന്നൊരു ഫീൽ ഉണ്ടാവുമേ. ചെടിച്ചട്ടിയൊക്കെ ഞാൻ തിരിച്ച് വെച്ചപ്പോൾ ചട്ടിയെല്ലാം തുടച്ചു. പിന്നെ ചില ഇലകളിലൊക്കെ ഒരുപാട് പൊടിയൊക്കെ വെള്ളവും പൊടിയൊക്കെ ആയിട്ടിരിപ്പുണ്ടായിരുന്നു. ഈ സ്നേക്ക് പ്ലാന്റിൻ്റെ എല്ലാ ഇലകളും ഞാനിരുന്ന് തുടച്ചിട്ടാണ് വെച്ചത് കേട്ടോ. അപ്പോൾ ഭയങ്കര നീറ്റുണ്ട് കാണാൻ വേണ്ടി. ഇനി മഴക്കാലമായതുകൊണ്ട് എന്തായാലും പെട്ടെന്നെങ്കിലും പൊടി കയറില്ല, വെള്ളം മാത്രമേ പ്രശ്നമുള്ളൂ. എന്തായാലും നല്ല വൃത്തിയായിട്ടുണ്ട്, കണ്ടില്ലേ. എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോഴെല്ലാം ഒരു കിളിയുടെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നില്ലേ, ഇയാളാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുമ്പോഴേക്ക് ആൾ സൈലൻ്റായി. ഇവർ 2 പേരുണ്ടായിരുന്നു. ഒരാളെ പരുന്ത് പിടിച്ചു, 4 മുട്ടയുണ്ടായിരുന്നു. പെൺകിളിയെയാണ് പരുന്ത് പിടിച്ചത്, മുട്ട കളയേണ്ടി വന്നു. അതാണിപ്പോൾ കിളീൻ്റെ വീഡിയോ ഒന്നും ഇടാത്തതേ.